സമരമാർഗത്തിലേക്ക് ഞങ്ങൾ പോയത് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്ന കാര്യം ഈ ഇലക്ഷൻ പ്രചരണത്തിന്റെ സമയത്ത് ശ്രീ കെ സി വേണുഗോപാൽ എംപിയും അതുപോലെ പാലക്കാട് നിന്നും വിജയിച്ചിട്ടുള്ള ശ്രീ രമേശ് പിഷാരടി അടക്കമുള്ള ആളുകൾ KSRTC ബസ്സിൽ കയറി അവിടെയുള്ള സ്ത്രീകൾക്ക് കൊടുത്ത വാക്കാണ് 15-ാം തീയതി മുതൽ സൗജന്യ യാത്ര എന്നുള്ളത്. ഞാൻ ടിക്കറ്റ് കൊടുത്തു, ഓർഡർ ഇല്ലാതെ എനിക്ക് ഫ്രീ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? പിന്നെ എനിക്കൊരു അന്വേഷണം വന്നാൽ ഞാൻ ഉത്തരം പറയേണ്ടി വരില്ലേ? ഞാനും അവിടുത്തെ ദിവസം തരാന്ന് പറഞ്ഞിട്ടുണ്ട് സാർ. 22 പേർ വരെ ആറ്റിങ്ങൽ വരെ. ഈ കണ്ടക്ടർ സ്വന്തം നിലയ്ക്ക് തന്നെ ഈ പ്രവർത്തകർക്ക് ഈ ടിക്കറ്റ് നൽകുകയായിരുന്നു. സമരം ചെയ്തത് സർക്കാരിനെതിരെ ഇപ്പോൾ പറയാവോ എന്ന് തന്നെ സംശയമാണ്. പക്ഷേ പണി കിട്ടിയത് ഈ കണ്ടക്ടറിന്. ഒന്ന് ആലോചിച്ച് നോക്കി, അവർക്ക് ഓർഡർ കിട്ടാതെ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ ഒക്കുമോ? ഒരു അന്വേഷണം വന്നാൽ ഈ കണ്ടക്ടർ കൊടുങ്ങുമല്ലേ? അവരുടെ സാലറിയിൽ നിന്ന് അത്രയും പൈസ പോയി കിട്ടി. വ്യക്തിപരമായിട്ട് ഞാൻ ഒരിക്കലും ഈ സമരത്തെ അനുകൂലിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ 15-ാം തീയതി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു, ഓക്കെ സമ്മതിച്ചു. പക്ഷേ അന്നും പറഞ്ഞാൽ അന്നാരും തന്നെ ഇതിനെതിരെ പോയി സമരം ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? അവരൊന്ന് കയറി ഇരിക്കട്ടെ, ഇരുന്ന് മന്ത്രിസഭയൊന്ന് രൂപീകരിക്കട്ടെ. അതിനുശേഷം സൗജന്യ യാത്രയൊന്നും അനുവദിച്ചില്ലെങ്കിൽ അന്നേരം പോയി സമരം ചെയ്തു. ഞാൻ പറയുകയാണെങ്കിൽ BJP ഇങ്ങനെയല്ലായിരുന്നു സമരം ചെയ്യേണ്ടത്, നേരെ തിരിച്ചു വേണമായിരുന്നു സമരം ചെയ്യാനായിട്ട്. അതായത് സൗജന്യ യാത്ര അനുവദിക്കുമ്പോഴത്തേക്ക് നമ്മുടെ പൊതുഗതാഗതം നശിക്കുമല്ലോ, കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമായിരിക്കുമല്ലോ ഉണ്ടാകാൻ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ പൊതുഗതാഗത സംവിധാനം ഇവിടെ നശിപ്പിക്കുന്നെന്നും പറഞ്ഞുകൊണ്ട് ഒരു സമരം ചെയ്തേക്കണമായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പൊതുഗതാഗത സംവിധാനം നശിച്ചാലും വേണ്ടില്ല, KSRTC നശിച്ചാലും വേണ്ടില്ല, ഇമ്മാർക്കറ്റ് ഒരു പണി കൊടുക്കണം എന്ന പോലെ ആയിപ്പോയി. അതായത് മകൻ ചത്താലും വേണ്ടില്ല, മരുമകളുടെ കണ്ണിലെ കണ്ണീര് കണ്ടാൽ മതി എന്ന് പറയുന്ന പോലെ ആയിപ്പോയി. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളുണ്ടല്ലോ, അവിടുത്തെ അവസ്ഥ നമുക്ക് നോക്കാം. തമിഴ്നാട് 2025-26 ബഡ്ജറ്റിൽ 3600 കോടി രൂപയോളാണ് അങ്ങോട്ട് അനുവദിച്ചത്. 2026-27 4000 കോടി രൂപയോളം അനുവദിച്ചു. അതായത് അവിടുത്തെ പൊതുഗതാഗത സംവിധാനം നഷ്ടത്തിലാണ് ഓടുന്നത്. ഈ നഷ്ടം നികത്താൻ വേണ്ടിയിട്ട് സർക്കാർ അങ്ങോട്ട് പണം അനുവദിച്ചുകൊണ്ടിരിക്കുക. 2025-26 3600 കോടിയാണെങ്കിൽ 2026-27 ആയപ്പോൾ 4000 കോടിയോളം അനുവദിച്ചു. കർണാടകയിലോട്ട് വരുമ്പോൾ 2025 ബഡ്ജറ്റിൽ അവർ 5300 കോടി രൂപയാണ് അനുവദിച്ചത്. അതിന് മുമ്പ് 5015 കോടി. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചു, ഇപ്പോൾ കേരളത്തിന് ഇനി എത്ര കോടി രൂപയുടെ നഷ്ടം വരും? KSRTC എന്തായാലും ഓൾറെഡി നമുക്ക് നല്ല ലാഭത്തിലാണല്ലോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അത് കൂനിന്മേ കുരു എന്ന് പറഞ്ഞൊരു അവസ്ഥയാവും. ഇവിടെ വാർദ്ധക്യ പെൻഷൻ പോലുള്ളവ കൊടുക്കാൻ തന്നെ കിടന്നുകൊണ്ട് ബുദ്ധിമുട്ട്. അന്നേരത്തേക്കാണ് ഇനി അടുത്തത്. എങ്ങനെ കളിച്ചാലും KSRTCയുടെ നഷ്ടം നികത്താനായിട്ട് വർഷാവർഷം നമ്മൾ ഒരു 10,000 കോടി രൂപയോളം അനുവദിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്.